ഉണ്ടായില്ല. ലൈക്ക് അതിൻ്റെ തലയിൽ കിടക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നുള്ളത്. നമ്മ ഇമാജിനേഷൻ ചെയ്യില്ല ആ സീനൊക്കെ വായിക്കുമ്പോൾ. കേരമയുടെ ബുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഒറ്റപ്പെടൽ എൻജോയ് ചെയ്യുന്ന ടൈപ്പിലൊരു പരിപാടിയാണ്. ലൈക്ക് ഒറ്റക്കാണെങ്കിലും എനിക്ക് അത് കുഴപ്പമില്ല, എൻ്റെ ജീവിതം ഇതാ, ഞാൻ അത് എൻജോയ് ചെയ്യേണ്ടെന്നുള്ള പരിപാടി. ചിലപ്പോൾ പുള്ളിക്കാരത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങനെ കിട്ടിയത്. മനസ്സിലായി. ഈ ആരാച്ചാര്, ഘാതകനൊക്കെ അങ്ങനെ കുറച്ച് ബുക്കുകൾ, കുറെ ബുക്ക് ഉണ്ടെന്നാണ് കേരമീരയുടെ. ഇപ്പൊ വേറെ ആരെയും വായിക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കേരമേനെ വായിച്ച് 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 വേറെ ആരെയും ബുക്ക് വായിക്കാൻ തോന്നുന്നുള്ള കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മാറ്റി പിടിക്കണം, ഒറ്റപ്പെടൽ മാറ്റി. പക്ഷെ വായിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും ഉള്ളിൽ സംഭവിക്കുന്നത്? ആ കഥയിൽ അലിഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയിട്ടാണ് ഞാൻ ലേഖനങ്ങളൊക്കെ വായിച്ച്, എനിക്ക് നോവലൊന്നും വായിക്കുന്നതിൽ കിക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം ചോദ്യത്തിന് ഉത്തരം വേണം. നോവൽ വായിച്ച് ചിലപ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സാധനങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഗബ്രിയുടെ വായന? എനിക്ക് ലൈക്ക് റിയൽ ലൈഫിൽ നിന്ന് രക്ഷപ്പെടാം, ഞാൻ മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോവാ, അങ്ങനെ അലിഞ്ഞിരിക്കുക, ഒരാളും ചിന്തയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. പരിപാടിയാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ എനിക്ക് അതിനെ കൂടുതൽ ഇത് കിട്ടുന്നത് എഴുതുമ്പോഴാണ്. എഴുതുമ്പോൾ ഞാൻ വേറെ ലോകത്താ. ഞാനൊരു ഇതുണ്ട്, ഞാനും എൻ്റെ പേനയും കടലാസും മാത്രമുള്ള ലോകം എന്നൊക്കെ പറഞ്ഞു. വേറെ ലോകം, അടിപൊളി. പറയുന്ന പോലെ ഒരു ലോകത്തിൽ ആണ് ഗബ്രി പോകുന്നത്. ഇങ്ങനെ സാഹിത്യം പറയുന്നത് പോലെ ഒരു ലോകത്താണ് ഗബ്രി എഴുതുന്നത്. ഫാന്റസി വേൾഡാ കുറച്ച് ഞാൻ. അത് സൂപ്പർ നൈസ് പരിപാടി. എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും ബാലൻസിലാവണേ. ഇതുണ്ട്, അതുണ്ട്, അതുണ്ട്. അപ്പൊ അളിയന്റെ ആസ്വാദനം അതാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയ്യോ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നോർക്കും, പിന്നീട് ഓർക്കും. അപ്പം ഗബ്രിക്ക് ശരിക്കും ആ അവസ്ഥയിൽ പോയിരിക്കാൻ കഴിയും. ഇപ്പോഴും ഒരു നോവലുമായിട്ട് പോയിട്ട് പറ്റും, അല്ലെങ്കിൽ എഴുത്തുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. ഞാനിപ്പോ വായിക്കുന്നത് പൊനം എന്ന് പറഞ്ഞൊരു ബുക്കാ. അത് ഇതുവരെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ബുക്ക്. പക്ഷെ ഷോസിന് പറഞ്ഞാൽ വായിക്കാൻ പറ്റുള്ള അരമണിക്കൂർ തന്നെ കുറച്ചധികം വായിച്ചു കഴിഞ്ഞത്. നല്ലൊരു ഇമാജിനേഷനിൽ കൊണ്ടുപോകേണ്ടത്. എനിക്കതൊന്നും പെട്ടെന്ന് വായിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷോസ് ഒന്നും പിടിക്കാണ്ടിരിക്കുന്ന കാലത്ത് അത് പെട്ടെന്ന് തീർക്കണം. എനിക്ക് എന്താണെന്നുള്ള സംഭവം ക്യൂരിയസ് ആണ്. അതിലൂടെ പോകാൻ ഇഷ്ടം. അതാണ് എന്റെ കംഫർട്ട് സോൺ. നമ്മൾ ചെറുപ്പത്തിൽ കുറച്ചു കാലം ഇതൊക്കെ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല, കിക്കില്ല. ഇപ്പൊ കുറെ വായിച്ചു കേട്ടോ. ഇനിയിപ്പോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ വായന എന്നുള്ളത് എനിക്കാണ് തോന്നുന്നത്. ഇനി എന്തോരം ആൾക്കാരെ കാണാനും വായിക്കാനുണ്ട്. കുറെ എഴുത്താറില്ലേ, എല്ലാവരും ഇത് വായിക്കുക എന്നുള്ളത്. അതിനൊക്കെ കുറെ സമയം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 25 വയസ്സിലായിട്ടുള്ളൂ. ഇനി എന്തോരം പേരെ വായിക്കാനുണ്ട്. ഷോ ഒക്കെ ചെയ്തിട്ട് ടൈമില്ലാതായില്ലേ? അതാണ് പ്രശ്നം. ഈ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വായിക്കാനും എഴുതാനൊന്നും പറ്റില്ല. ഞാൻ എല്ലാ ഷോക്കും പോകുമ്പോ ബുക്കും എല്ലാം കൊണ്ടുപോകും, പക്ഷെ നടക്കില്ലല്ലേ. വീടാണ് എന്റെ കംഫർട്ട് സോൺ. അല്ല, അത് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഹോട്ടലിലൊക്കെ ഇരുന്ന് വായിക്കാനൊക്കെ ഇനി പറ്റുള്ളായിരിക്കും. അതെ, അത് വേണം. വായന വിട്ടു പോകണമെന്നൊരു പേടി എനിക്കുണ്ട്. ഇപ്പൊ എഴുതുകയും ചെയ്യണം. അപ്പൊ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും? പാട്ടിലാണ്ട് എഴുതുന്നത്. എനിക്ക് പാട്ട് എഴുതണത് കുറച്ചുള്ളൂ. ഞാൻ പാട്ട് മീൻസ് ഞാൻ ഇപ്പൊ ഗോഡൌണിൽ പണിക്ക് പോയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിയാണല്ലോ. ഞാൻ അവിടെ പണി ചെയ്തോണ്ടിരിക്കുമ്പോ തലയിൽ ഇങ്ങനെ ഓരോ വരികൾ വരും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും, ഇത് നല്ലത് ഇതല്ല. അങ്ങനെ തോർത്തോർത്ത് വെച്ചുമ്പോ ഞായറാഴ്ച ആകുമ്പോൾ ചില നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൽ ഏതെങ്കിലും നല്ല പോയിന്റ് ഓർമ്മയുണ്ടാവും. അങ്ങനെ എഴുതണതാണ്. അത് മാത്രമേ എഴുതുള്ളൂ. കുറെ ചിന്ത വരും, കുറെ എഴുത്ത് വരും. ഇതേ നമുക്ക് തലയിൽ സ്ട്രൈക്ക് ആക്കാൻ ഉണ്ടാവില്ല, അത് മാത്രം എഴുതും. അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് അതിന്. ബൈക്കിലൊക്കെ പോകുമ്പോ ട്രാഫിക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ അയച്ചു. ഞാനിപ്പോ വർക്ക് ചെയ്യുമ്പോ എന്റെ കൂട്ടുകാരൊക്കെ നീ എന്തൊട്ടി പറഞ്ഞോണ്ടിരിക്കുന്നത്, ഞാൻ പാട്ട് പഠിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നന്നായിട്ട് കേറി വരുന്ന സാധനം മാത്രം നമ്മൾ എഴുതും. കോറ് സാധനം മാത്രം. നമുക്ക് ഇങ്ങനെയും പറയാം. ഇങ്ങനെ പറയുന്നതാണ് സുഖം. പിന്നെ പറയുമ്പോ പല പല ഇതുണ്ടാവും ആൾക്കാർക്ക്. പിന്നെ ഇതായിരിക്കും പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പക്ഷെ അത് രസമല്ലേ. വേറെ മാർക്കറ്റിംഗ് പരിപാടി ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെ കേൾക്കൂല പാട്ട്. എല്ലാ സാമ്പത്തിക സംഭവം അടിത്തറയും കിട്ടും. എല്ലാത്തിനും പറ്റിയൊരു ഉദാഹരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ആൾക്കാരൊക്കെ കേൾക്കുന്നത് എങ്ങനെയാ? ഈ നമ്മൾ വായന അല്ലാതെ വീഡിയോസ് ഒക്കെ കാണുമോ, കേൾക്കോ? അതൊക്കെ അതാണ് കൂടുതൽ. ഇന്റർവ്യൂസ് ഞാൻ കൂടുതലും കാണുന്നത്. ഇന്റർവ്യൂസിനൊക്കെ ഭയങ്കരമായിട്ട് ചേട്ടൻ്റെ ഇന്റർവ്യൂ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അത് കുറച്ചൊരു പാഴ്വേലായിപ്പോയി. എനിക്ക് ഭയങ്കര ഞാൻ ആദ്യം ഇന്റർവ്യൂ കണ്ട് ഇതായത് ഗൗരിലക്ഷ്മിയുടെ പണ്ട് പുള്ളിക്കാരത്തി മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞതും. അന്ന് എനിക്കറിയില്ല എനിക്കുള്ളത് മെന്റൽ ഹെൽത്ത് സീനാണെന്നുള്ളത്. അപ്പൊ എനിക്ക് ഇതായിരുന്നു എനിക്കുള്ള പ്രശ്നം. പുള്ളിക്കാരി പറയുന്നത് ഫുള്ള് ഒരു അരമണിക്കൂർ ഫുള്ള് ഞാൻ കേട്ടിരുന്നിരിക്കുമ്പോൾ
എല്ലാം അതിൽ നിന്ന് കണക്ട് ആയി. ലൈക്ക് എല്ലാം എനിക്ക് അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ വേറെയാണ്, പുള്ളിക്കാരത്തി എന്താ പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് എല്ലാം വർക്കായി. എനിക്കറിയാലോ ഞാൻ കടന്നു പോകണത് എന്താന്ന്. ഇന്റർവ്യൂസ് കാണാം, പിന്നെ കുറെ കാണാൻ തുടങ്ങി. പിന്നെ കനീകുസൃതൊക്കെ ഇന്റർവ്യൂ കാണാറുണ്ട്, ബേസിലിന്റെ കാണാറുണ്ട്. ബേസിലൊക്കെ പുള്ളിയുടെ ലൈഫും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഫണ്ണായിട്ടിരിക്കുന്നത് ഫൺ, സീരിയസ് ആണെങ്കിൽ സീരിയസ്. ധ്യാനൊക്കെ കാട്ടില്ലേ പുള്ളി തമാശ കളിച്ചിരിക്കുന്ന പുള്ളിയുടെ സാധനം ഉണ്ട്. നമുക്കറിയാം. അപ്പൊ അതൊക്കെ ഈ ക്യൂവിലൊക്കെ വന്നതെന്തോ ഈ അടുത്തൊരെണ്ണം വന്നായിരുന്നു, കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത്. മനസ്സിലായി നമുക്ക് പുള്ളിയുടെ ഉള്ളിൽ അതുണ്ടെന്നുള്ളത്. അത് നൈസ് പരിപാടിയാ. നമ്മ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കണ്ടല്ലോ, നമുക്ക് പറയാനുള്ളത് ഫണ്ണായിട്ട് തന്നെ പറയാ, എല്ലാവരും എൻകറേജ് ചെയ്യാ. മാർക്കറ്റിന് അത് വേണ്ടത്. ഞാൻ ഇപ്പൊ വീണ്ടെടുത്തുള്ള പയ്യെന്നുള്ള സാധനം എടുത്ത് പുള്ളി അങ്ങനെ നിന്നിട്ടാ. എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് പറയാ. പക്ഷെ ബുദ്ധിപരമാണത്, ഭയങ്കര കളിയാണത്. ദുബായിലൊരു പ്രശ്നം ഉണ്ടായില്ലേ, ആരോ ഇപ്പൊ എതിരഭിപ്രായം പറയേണ്ടത് പുള്ളി പറഞ്ഞു താങ്കൾ പറഞ്ഞത് തെറ്റാണ്, അതും പറയേണ്ടത് അതും പറയാം. അതെ, കൈകാര്യം ചെയ്യാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്തത്, ഇപ്പൊ ഇത് മാർക്കറ്റിംഗ് കൂടെ വേണം. നമ്മൾ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്, കേൾക്കാൻ ചിലപ്പോൾ ആള് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് മാർക്കറ്റ് ചെയ്ത് നമ്മൾ നിൽക്കണം. അപ്പം ഹിപ്പ് ഹോപ്പിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും മനസ്സിനകത്ത് പ്ലാൻ ഉണ്ടോ? അത് എങ്ങനെയാണ് മറികടക്കുക എന്നൊക്കെ ഉള്ളത്? ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ബോധമല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഓഡീഷൻ ഉണ്ടാക്കുക, ഒരു 100 ആളെക്കാളും കൂടുതൽ ഒരു 1000 ആൾ കേൾക്കാൻ നിൽക്കുക, എന്നിട്ട് 1000 ആൾക്ക് പറയാത്. 100 പേരെടുത്ത് പറഞ്ഞാൽ 5 പേർക്ക് മനസ്സിലായ അത് കുറവായിരിക്കും. 1000 ആളെടുത്ത് പറഞ്ഞിട്ട് 50 പേർക്ക് മനസ്സിലായാലും വേറെയുള്ള. ഇപ്പൊ ഓഡിയൻസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പൊളിറ്റിക്സ് പറയാത്ത. ഇപ്പൊ പിന്നെ നമുക്കും പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അറിവും സംസാരവും കുറവാണ്. ലൈക്ക് തലയിലുള്ളത് 100% ഇതിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല, എഴുതാനേ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് പ്രോസസ് ചെയ്ത് ടൈമിന് കാത്തിരിക്കുക, ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി. അത് ആവശ്യത്തിൽ അത് ഉള്ളിലുണ്ട്, സമയം എടുക്കും എന്നുള്ള ചിന്ത. 5 വർഷം കഴിയുമ്പോൾ പുലി എവിടെയായിരിക്കും? വേറെ ലെവലായിരിക്കണം. വരട്ടെ എന്ന് വെച്ചിരിക്കും. ഞാൻ അതിനെ പറ്റി ചിന്തിക്കാനുള്ള. ഇപ്പൊ നമുക്കറിയാം അങ്ങനെ എങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന്. വരട്ടെ, അപ്പൊ നോക്കാന്നുള്ളത്. അപ്പോഴൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലോ ഡെയിലി. എല്ലാം പൊത്തിയൊക്കെ പറയേണ്ട സമയത്ത് പറയാ ഉള്ള ചിന്തയില്ല. സമയമാവട്ടെ എന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത്. ഈ സോഷ്യൽ അവയർനെസ് ആണ് നമ്മളെ പലപ്പോഴും ഇത് പ്രേരിപ്പിക്കുന്നത് എഴുതാനൊക്കെ. പല കാര്യങ്ങളും നമ്മൾ കണ്ണുപൊത്തിയിരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ കണ്ണുപൊത്തിയിരിക്കാൻ പലപ്പോഴും ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. പല ഏരിയാസിൽ നിൽക്കുന്നവർ പ്രതികരിക്കില്ല. സിനിമയിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ പോലും നമ്മൾ പറയില്ല. അപ്പം മാർക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒതുങ്ങൽ എന്തായാലും കരിമ്പുലിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ കുറച്ച് 2 വശം നോക്കും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ എത്ര ഒരു വശം മാത്രം കേൾക്കുന്നത് നല്ല പരിപാടിയിലെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് നമ്മൾ റീലിൽ കാണുന്നത് വേറെ ഉള്ളൂ. 2 വശം അറിഞ്ഞ് നമ്മൾ അതിനോട് ധാരണ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾ പറയേണ്ടതാണെന്ന് നമുക്ക് തോന്നിയാൽ പറയാം. പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ, പറയാൻ അറിയാവുന്നവർ, അവർ പറയട്ടെ എന്നുള്ള ചിന്തയിൽ നമുക്ക് പറയാൻ. ഇത് അവർ പറഞ്ഞില്ല, അത് നമ്മൾ പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയും. അങ്ങനെ ഒരു ഇതിൽ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മൾ പൊളിറ്റിക്സിൽ ഇടപെട്ടില്ലെങ്കിൽ പൊളിറ്റിക്സ് നമ്മൾ ഇടപെടേണ്ടത് ആ ഒരു ധാരണ മതി. അത്രയും പൊളിറ്റിക്കലായിട്ടിരുന്നാൽ മതി, അവയർനെസ് ആയിക്കോളും. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പറയാൻ ഉള്ളൊരിത് വന്നിട്ടില്ല ഇപ്പോഴും. എനിക്ക് പറയുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയണം, ആ ഒരു സാധനം വന്നിട്ടില്ല. അത് വരുത്തണം. ആൾക്കാരായിട്ട് സംസാരിക്കുക, പുതിയ ആൾക്കാരായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ള ചിന്തയിൽ. ഇപ്പൊ KL42 ഞാൻ മറ്റേ തലച്ചോറിൽ പരിപ്പും ചാറ് ഒഴിച്ചു പരിപാടി, കുറെ പേർക്ക് ഡൗട്ടുള്ള പരിപാടിയാണ്. 2 അർത്ഥത്തിലാണ് എഴുതിയത്. ഒന്ന് മെന്റൽ ഹെൽത്ത്, തലച്ചോറിൽ പരിപ്പും ചാറ് വെച്ച് കുഴഞ്ഞിരിക്കുന്നത് തലച്ചോറ്. പിന്നെ ഒരു വാക്ക് തലച്ചോറ്, ചോറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കറി ആയിരിക്കുമല്ലോ. സോ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കറി പരിപ്പും ഉണക്കമീനും വറുത്തതൊക്കെ ആയിരിക്കുള്ളൂ. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. സോ എൻ്റെ വീട്ടിൽ എപ്പോഴും ചിക്കനും ഇതൊക്കെ ആണെങ്കിൽ ഞാൻ തലച്ചോറിൽ ഇറച്ചി ചാറ് വെച്ചെന്നേ എഴുതുള്ളൂ. സോ തലച്ചോറിൽ പരിപ്പും ചാറ് വെച്ചു എന്നുള്ളത് ഞാൻ പൊളിറ്റിക്കലായിട്ട് പറയാൻ ശ്രമിച്ച കാര്യമാണ്. ആർക്കും മനസ്സിലാവുന്ന എനിക്കറിയാം, പക്ഷെ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നത്. കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നത് എന്താ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ മുള്ളാണി ശരിക്കും എന്തായിരുന്നു? അത് ലൈക്ക് മറ്റേതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ. ഇത് മാത്രമേ ഭയങ്കരമായിട്ട് എഴുതിയതുള്ളൂ ഞാൻ, തലച്ചോറിൽ പരിപ്പും ചാറ്. എനിക്ക് അങ്ങനെ സിമ്പിളായിട്ട് പറയുമ്പോഴാണ്, പക്ഷെ കിട്ടേണ്ട അടുത്ത് കിട്ടണമെന്നുണ്ടായിരുന്നു. ഒന്ന് പറയണം എനിക്കത്, നല്ലല്ലേ കിട്ടുള്ളൂ. അതെ, ശരിക്കും ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് കണ്ടൊരു ഗബ്രിയും ഇവിടെ ഇരിക്കുന്ന ഗബ്രിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് നീ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹഗ് ചെയ്യുന്നത് സോഷ്യൽ ഹഗ് ആയിരിക്കില്ല, കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പമില്ലേ? ശരിക്കും അതാണ് എനിക്ക് നീ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതുകൊണ്ടാണ് ഗബ്രിയെ നീ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നത്. താങ്ക്സ് ഡാ. താങ്ക് യു. ഞാൻ ഒന്ന് ഹഗ് ചെയ്യാം.
സന്തോഷം. പൊളിക്ക്. ഇമോഷണലായിരുന്നു. അതെ. താങ്ക് യു.